ഹലോ വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മിനുസ് കോർണർ. അപ്പോൾ ഇന്ന് സൂപ്പർ കിടിലൻ കുർമയാണ്. അപ്പോൾ ഇത് ഇഡ്ഡലിയോട് ചപ്പാത്തിയോട് ദോശയോട് നല്ല ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിലുള്ള കുർമയാണ്. അപ്പം നമ്മൾ അതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് ഇൻഗ്രീഡിയൻസ് ഒരു സവാള പെരിയ സവാള ഒന്ന് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ പൊട്ടാറ്റോ, പിന്നെ ഗ്രീൻ പീസ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റും പിന്നെ ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ എടുക്കാം. ഒരു 2-3 സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ പട്ട, പിന്നെ ബ്രഞ്ചി ലീഫ്, ഏലക്ക, പിന്നെ ക്രാമ്പ്, പിന്നെ ഇത് കൽപ്പാച്ചാണ്. മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല. ഇന്ന് വരെ ഞാൻ അതെന്താണ് ആരോടും കേട്ടിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ കേട്ടിട്ട് പറയാം കേട്ടോ. പിന്നെ ഇത് ഓണിയൻ ചേർത്തിട്ടുണ്ട്. ഈ സവാള ലോങ്ങിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ ആയതിനു ശേഷം ഇപ്പം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇപ്പം ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് 2 ടൊമാറ്റോ ആണ് ചേർത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ ഇത് ടൊമാറ്റോ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് ചേർക്കുമ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് സോഫ്റ്റ് ആവും. അതൊന്ന് സോഫ്റ്റ് ആവട്ടെ കേട്ടോ. ഇപ്പോൾ തമിഴ്നാട് സ്റ്റൈലിൽ കുർമ വയ്ക്കുമ്പോൾ നമ്മളതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കും. അത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായി നല്ല മിക്സാക്കിയതിന് ശേഷം ഇപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ 1/2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആൾറെഡി പട്ട ലവങ്ങമൊക്കെ ചേർത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ. അടുത്ത് 1 by 1 ആയിട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ ബീൻസ്, ഗ്രീൻ പീസ് ഇതൊന്ന് ആഡ് ചെയ്ത് നന്നായി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല മിക്സാക്കിയ വെജിറ്റബിൾസിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് കൂടുതൽ വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഇതിന് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആ സമയവും നമ്മൾ വെള്ളം ആഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 വിസിൽ വെച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ വിസിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ നമുക്ക് തേങ്ങയുടെ പേസ്റ്റ് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ ഒരു 1/4 മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂനട്ട്, പെരുംജീരകം ഒരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ വിസിൽ വന്ന് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സാക്കി നോക്കാം. കുഴപ്പമില്ല, ഇപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് ഈ മിക്സിനെ ഒന്ന് കഴുകി അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെറുതെ അതൊന്ന് വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഗ്യാസ് സിമ്മിൽ വെക്കാം. അടുപ്പ് സിമ്മിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ബോയിൽ വന്നാൽ മതി. പിന്നെ അപ്പം തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുൻപ് നമുക്ക് ഉപ്പ് നോക്കുകയാണെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കോളൂ. പിന്നെ നമുക്ക് ഇതിൽ കൊത്തമല്ലി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. റിയലി വെരി വെരി ടേസ്റ്റി തമിഴ്നാട് സ്റ്റൈൽ കുർമ ആണ്. ഇഡ്ഡലിനും ദോശ പിന്നെ ചപ്പാത്തിനും ഒരുപാട് സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.